ഉളിക്കൽ YMCAയുടെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും പുതിയ മെമ്പർമാർക്കുള്ള സ്വീകരണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും മെയ് 31 ഞായറാഴ്ച വൈകുന്നേരം 6:30 സംഘടിപ്പിക്കും. ഉളിക്കൽ സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CG സണ്ണി നിർവഹിക്കുമെന്നും ഭാരവാഹികൾ ഉളിക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ YMCAയുടെ നമ്മുടെ ഈ പുതിയ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഞങ്ങളുടെ കുടുംബസംഗമവും പുതിയ മെമ്പർമാരുടെ സ്വീകരണവും ഈ 2026-27 വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തന ഉദ്ഘാടനവും നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ സെൻറ്റ് ജോസഫ് പാരിഷ് ഹാളിൽ വെച്ചിട്ട് ഞായറാഴ്ച വൈകുന്നേരം നടത്തുകയാണ്. 31-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക്. നമ്മൾ ഉളിക്കൽ YMCAയുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ വർഷത്തെ മേജർ പ്രൊജക്റ്റ് ഡയാലിസിസ് ആണ്. കാരണം പിന്നെ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന രോഗിയാണ് കിഡ്നി പേഷ്യൻ്റ് രോഗി. ആ കിഡ്നിക്ക് അസുഖം വന്നാൽ പിന്നെ അവൻ മരിക്കുന്നതിന് വരെ അവൻ ഡയാലിസിസ് ചെയ്യണം, അതിന് വേറെ രക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഈ 2024-25 വർഷം ഞങ്ങൾ 26 വർഷം ഞങ്ങൾ 50 പേർക്ക് ഡയാലിസിസ് ചെയ്തു സൗജന്യമായിട്ട്. നമ്മൾ ഈ ഉളിക്കൽ ഇരിട്ടി മേഖലയിലുള്ള പാവപ്പെട്ട രോഗികൾക്ക്, അകത്തപ്പെട്ട പാവപ്പെട്ട രോഗികൾക്ക് 50 പേർക്ക് ഞങ്ങൾ സൗജന്യമായി ഡയാലിസിസ് ചെയ്തു. ഞങ്ങൾ ഈ വർഷം പുതുതായിട്ട് ഞങ്ങൾ 100 പേർക്ക് ഡയാലിസിസ് ചെയ്യുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം മെമ്പർമാരുടെ സഹകരണത്തിന് പുറമെ ഞങ്ങൾ പൊതുജനങ്ങളുടെ കൂടി സഹകരണം സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഡയാലിസിസ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ വേറെ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊതുരംഗത്ത് YMCA ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് നമ്മുടെ ഈ ഉളിക്കൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലും അവിടെ നെല്ലിക്കാമ്പൂർ റൂട്ട്, ബൈത്തൂർ റൂട്ട്, പുറവേൽ റൂട്ട്, ഈ റൂട്ടുകളൊക്കെ റോഡിന് ചുറ്റും കാട് കയറിയിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലുണ്ടായിരുന്നു. പാമ്പുകൾ മൂലം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ആരോടും ഒരു പരാതിക്കൊന്നും പോയില്ല. ഞങ്ങൾ YMCA തന്നെ ഞങ്ങൾ മെമ്പർമാർ പണം സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും ഞങ്ങൾ എന്ത് ചെയ്തു, ആ റോഡ് 28 കടകൾ ഞങ്ങൾ ബൈക്ക് വൃത്തിയാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഉളിക്കൽ ടൗണിലെ ബസ് സ്റ്റോപ്പ് ഭയങ്കര വൃത്തിഹീനമായിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ YMCA പ്രവർത്തകർ ഞങ്ങൾ സംഘടിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ അത് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി. അപ്പോൾ ഞങ്ങൾ പുതിയ ഭാരവാഹികൾ വരുന്നത്, ഞങ്ങൾ പ്രസിഡൻ്റായിട്ട് വരുന്നത് ഞാനാണ്. എൻ്റെ പേര് ഡോജുമോൻ ജോസ്. സെക്രട്ടറി ബിജു ജോസഫാണ്, ഇയാളാണ്. ട്രഷറർ TV കുര്യൻ സാറാണ്. വൈസ് പ്രസിഡന്റ് നമ്മുടെ ജെയ്സൺ VD ആണ്. 30 വയസ്സിന് താഴെയുള്ള ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട്, അത് ജിബിൻ കാനാട്ടാണ്. പിന്നെ നമ്മുടെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ 1 ബിലീഷ് ബേബൻ, 2 വിനോദ് മുത്തോളിൽ, 3 ഷിബു കൂട്ടുപറമ്പിൽ, 4 സനീഷ് ജോർജ്, 5 TD ദേവസ്യ സാർ. ഇത്തരം പേരാണ് നമ്മുടെ പുതിയ ഭാരവാഹികളായിട്ട് 30 സാറ് നിൽക്കുന്നത്. പിന്നെ 2 മെമ്പർമാരൊന്ന് പുതിയതായിട്ട് YMCA ചേരുന്നുണ്ട്. ഇപ്പം നമുക്ക് 22 മെമ്പർമാരാണ് ഉള്ളത്. 24 മെമ്പർമാരായി കൈമാറും. ഡോജുമോൻ ജോസ്, ബിജു വെട്ടിപ്ലാവിൽ, TV കുര്യൻ മാസ്റ്റർ, ജെയ്സൺ VD, KV കുര്യൻ, TD ദേവസ്യ, സണ്ണി CU, വിനോദ് മുത്തോലിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിൽ തന്നെ വലിയ സാമ്പത്തിക ഉള്ള സംഘടനയാണ് ഇത്. പ്രതിഷേധം സ്ഥാപിച്ചതാണ്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസമാണ് ഇതിൻ്റെ ഇലക്ഷൻ നടന്നത്. ജസ്റ്റിസ് കുര്യൻ ജോസഫാണ് പുതിയ പ്രസിഡൻ്റായിട്ട്, നാഷണൽ പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ വർഷവും ഇത് ഇപ്പോൾ 2 വർഷത്തെ കാലം, 2 വർഷത്തെ കാലം, ആദ്യമൊക്കെ 1 വർഷമായിരുന്നു, 2 വർഷ കാലാവധി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. നമ്മളെ മീഡിയക്കാരിൽ വന്നിരുന്നു. ഞങ്ങൾ തൊഴിലാളികളെ തൊഴിൽ ദിനത്തിൽ, മെയ് ദിനത്തിൽ അവരെ ആദരിക്കുന്ന നമ്മൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നാട്ടിലെ സാധാരണ തൊഴിലാളി, ഹോട്ടൽ തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, അങ്ങനെ നമ്മളെ ഹരിത കർമ്മസേന 2 പേര്, അങ്ങനെ കുറച്ച് പേരെ നമ്മളെ ഈ ടൗണിൽ വെച്ചിട്ട് ആദരിച്ചിരുന്നു. ഒരു ഷാളെന്ന് വെച്ച് അങ്ങനെ വളരെ നൂതനമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് ക്യാഷുകൾ ഞങ്ങൾ കണ്ടെത്തും. കാര്യമായിട്ട് പിരിവുകളൊന്നും എടുക്കില്ല, തികയാത്ത പൈസ ഞങ്ങൾ അതിനെ എടുക്കുക ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞങ്ങൾ പരിപാടികൾ നടക്കുന്നത്. ഇതിനെപ്പറ്റി കൂടെ വിശദീകരിച്ച് കഴിഞ്ഞു.